ഏവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഒരു പുതിയ വീഡിയോയിലേക്കും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. ഇന്ത്യൻ ഫുട്ബോളിലെയും അതുപോലെ തന്നെ വേൾഡ് ഫുട്ബോളിലെയും ന്യൂസുകളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ന്യൂസുകളും അപ്ഡേറ്റുകളും ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും കാര്യങ്ങൾ അറിയണമെങ്കിൽ വിജയങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോട്ടൊക്കെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് കൂടി ചെയ്തിട്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത്, ഔദ്യോഗികമായി ഇന്നു മുതൽ ഇന്ത്യൻ ഫുട്ബോളിന് ആരംഭം കുറിക്കുകയാണ്. ഡ്യൂറൻഡ് കപ്പോട് കൂടിയാണ് ഇന്ത്യൻ ഫുട്ബോളിന് ആരംഭം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസൺ മുതൽ അങ്ങനെയാണ്. അതായത് ഡ്യൂറൻഡ് കപ്പ് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കിന് ശേഷം ISL ആരംഭിക്കും. സെപ്റ്റംബർ 15 ISL ആരംഭിക്കുകയായിരിക്കും. അതിനുശേഷം ഔദ്യോഗികമായ കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം ഡിസംബർ അവസാനത്തോടു കൂടി ഒരു ബ്രേക്ക് എടുക്കും ISL. അതിനുശേഷം അതിനിടയിൽ ജനുവരി തൊട്ട് സൂപ്പർ കപ്പ് നടക്കും. അതിനുശേഷം വീണ്ടും ISL പുനരാരംഭിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഡ്യൂറൻഡ് കപ്പിലാണ് ആരംഭിക്കാറ്. 134 വർഷം പഴക്കമുള്ള വേൾഡിലെ 3ാമത്തെ പഴക്കം ചെന്ന കപ്പാണ് ഡ്യൂറൻഡ് കപ്പ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ 1ാമത്തെ കപ്പുമാണെന്ന് തോന്നുന്നു. അപ്പം ആ ഡ്യൂറൻഡ് കപ്പിന് ഇന്ന് തുടക്കമിടുകയാണ്. മോഹൻ ബഗാനും മറ്റേതൊരു ടീമും, അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഡൗൺടൺ ഹീറോസ് FC എന്ന് പറയുന്ന ക്ലബ്ബുമാണ് ഡ്യൂറൻഡ് കപ്പിലെ ഉദ്ഘാടന മത്സരം കളിക്കാൻ പോകുന്നത്. യുവഭാരതി കിടാങ്കണി സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. സോണിയിലൂടെ ആയിരിക്കും ലൈവ് ഉണ്ടാകുക. അതായത് നമ്മുടെ യൂറോ കപ്പൊക്കെ ടെലികാസ്റ്റ് ചെയ്ത ചാനലുകൾ സോണി എല്ലാവർക്കും അറിയിക്കുമല്ലോ, അതിലായിരിക്കും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ കാണാൻ സാധിക്കും. മുൻപത്തെ സീസണിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡ്യൂറൻഡ് കപ്പും ഫാൻ കൂടെ അതുപോലെ തന്നെ ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലായിരുന്നു. ഇപ്പോൾ സോണിയിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷകളൊന്നും തെറ്റില്ലെന്ന് തന്നെ പ്രതീക്ഷകളാണ്. മൊത്തം 6 ഗ്രൂപ്പുകൾ വീതം 4 ടീമുകൾ ആണ് മത്സരിക്കാൻ പോകുന്നത്. 4 ടീമുകൾ 6 ഗ്രൂപ്പുകളാണ്. ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ മൊത്തം 6 ഗ്രൂപ്പുകളാണുള്ളത്. അതിനകത്ത് നിന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ, 1ാം സ്ഥാനക്കാർ 2ാം സ്ഥാനക്കാർ വരും. പിന്നീട് നോക്കൗട്ട്, പിന്നെ സെമി ഫൈനൽ, അങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഡ്യൂറൻഡ് കപ്പിൻ്റെ ഫൈനൽ ആരെടുക്കും എന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഓഗസ്റ്റ് 1-നാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ പോയി കാണുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഡ്യൂറൻഡ് കപ്പ് ഔദ്യോഗികമായി ഇന്ന് തുടങ്ങാൻ പോവുകയാണ്.